ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മളൊരു കോൺക്രീറ്റ് സ്ലാബ് ഉണ്ടാക്കാനുള്ള സിമെൻറ്റ്, സാൻഡ് ആൻഡ് അഗ്രിഗേറ്റിൻ്റെ ക്വാണ്ടിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് കോൺക്രീറ്റ് സ്ലാബിൻ്റെ ഡയമെൻഷൻസ് നോക്കാം. സ്ലാബിൻ്റെ ലെങ്ത് 10 മീറ്റർ ആണ്, വിഡ്ത്ത് 10 മീറ്റർ ആണ് ആൻഡ് തിക്നെസ് 0.15 മീറ്റർ ആണ്. സോ വോള്യൂം ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 10 ഇൻറ്റു 0.15, അതായത് 15 മീറ്റർ ക്യൂബാണ് വോള്യൂം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ആണ്. അതായത് ഇതിൽ പ്രോപ്പർ റേഷ്യോയിൽ കോൺക്രീറ്റ് മാത്രമേ ഉള്ളൂ ആൻഡ് ഗ്രേഡ് M15 ആണ്. സോ റേഷ്യോ നോക്കുമ്പോൾ 1:2:4 ആണ്. അതായത് 1 പാർട്ട് സിമെൻറ്റ്, 2 പാർട്ട് സാൻഡ്, 4 പാർട്ട്സ് അഗ്രിഗേറ്റ്. മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് കോൺക്രീറ്റ് ഉണ്ടാക്കാൻ. കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ സിമെൻറ്റ് പ്ലസ് സാൻഡ് പ്ലസ് അഗ്രിഗേറ്റ് പ്ലസ് വാട്ടർ ആണ്. അങ്ങനെ നമുക്ക് കോൺക്രീറ്റ് അല്ലെങ്കിൽ വെറ്റ് കോൺക്രീറ്റ് കിട്ടും. നമുക്കറിയാം നമ്മുടെ സിമെൻറ്റ്, സാൻഡ് ആൻഡ് അഗ്രിഗേറ്റ് ഡ്രൈ ബിൽഡിംഗ് മെറ്റീരിയലാണ്. സോ ഇവിടെ നമ്മുടെ ടാസ്ക് വെറ്റ് കോൺക്രീറ്റിനെ ഡ്രൈയിൽ കൺവേർട്ട് ചെയ്യണം. അതിനായി ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ഓർക്കുക. 1 meter cube of dry concrete is equal to 1.54 times of 1 meter cube of wet concrete. അതായത് ഡ്രൈ വോള്യൂം ഓഫ് കോൺക്രീറ്റ് വെറ്റ് വോള്യൂം ഓഫ് കോൺക്രീറ്റിനേക്കാൾ 1.54 ടൈംസ് കൂടുതലാണ്. ദാറ്റ് മീൻസ് ഡ്രൈ വോള്യൂം കണ്ടെയ്ൻസ് നിയർലി 54% ഓഫ് വോയിഡ്സ്. പ്രോപ്പർലി മിക്സ് ചെയ്യുമ്പോൾ ഈ വോയിഡ്സിൽ വാട്ടർ കയറും, അങ്ങനെ വോയിഡ്സ് ഇല്ലാതെയാകും. So dry volume equal to wet volume into 1.54. സോ ഈ വോള്യൂം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക, ടു കൺവേർട്ട് വെറ്റ് വോള്യൂം ഇൻറ്റു ഡ്രൈ വോള്യൂം. ഇനി നമുക്ക് നമ്മുടെ സ്ലാബിൻ്റെ വോള്യൂം നോക്കാം. നമുക്കറിയാം 10 മീറ്റർ ഇൻറ്റു 10 മീറ്റർ ഇൻറ്റു 0.15 മീറ്റർ ആണ്. സോ 15 മീറ്റർ ക്യൂബാണ്. ഇത് നമ്മുടെ വെറ്റ് വോള്യൂമാണ്, ബിക്കോസ് വാട്ടർ കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഈ വെറ്റ് വോള്യത്തിനെ ഡ്രൈ വോള്യത്തിൽ കൺവേർട്ട് ചെയ്യാൻ ജസ്റ്റ് 1.54 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഡ്രൈ വോള്യൂം ഈക്വൽ ടു 15 മീറ്റർ ക്യൂബ് ഇൻറ്റു 1.54. അപ്പോൾ നമുക്ക് 23.1 മീറ്റർ ക്യൂബ് കിട്ടും. അങ്ങനെ നമ്മൾ വെറ്റ് വോള്യത്തിനെ ഡ്രൈ വോള്യത്തിൽ കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് ഈസി ആയിട്ട് സിമെൻറ്റിൻ്റെയും അതേപോലെ സാൻഡിൻ്റെയും അഗ്രിഗേറ്റിൻ്റെയും ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യമായി നമുക്ക് നോക്കാം സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി. സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് ഈക്വൽ ടു പാർട്ട് ഓഫ് സിമെൻറ്റ് ബൈ സം ഓഫ് ദ റേഷ്യോ. നമുക്കറിയാം നമ്മുടെ ഗ്രേഡ് എന്ന് പറയുന്നത് M15 ആണ്. സോ ഇവിടെ റേഷ്യോ 1:2:4 ആണ്. അതിൽ 1 പാർട്ടാണ് സിമെൻറ്റ്. സോ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 ബൈ ടോട്ടൽ സം ഓഫ് ദ റേഷ്യോ എന്ന് പറയുന്നത് 7 ആണ്. സോ 1/7 ഇൻറ്റു ഡ്രൈ വോള്യൂം ചെയ്യണം. അങ്ങനെ നമുക്ക് ക്വാണ്ടിറ്റി മീറ്റർ ക്യൂബിൽ കിട്ടും. അത് നമ്മുടെ ഡ്രൈ വോള്യൂമാണ്. നമുക്ക് സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി കെ ജിയിലാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അതിനായി നമ്മൾ ഡെൻസിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് സിമെൻറ്റ് എന്ന് പറയുന്നത് 1440 kg/m³. സോ നമ്മൾ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ നോക്കുവാണെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1/7 ഇൻറ്റു 23.1 ഇൻറ്റു 1440. സോ ആൻസർ നമുക്ക് 4752 kg കിട്ടും, അതായത് 4752 kg. നമുക്കറിയാം ഒരു ബാഗ് എന്ന് പറയുമ്പോൾ 50 kg ആണ്. സോ നമ്പർ ഓഫ് ബാഗ്സ് കണ്ടുപിടിക്കാൻ ജസ്റ്റ് 50 വെച്ച് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ നോക്കുവാണെങ്കിൽ 4752 ഡിവൈഡഡ് ബൈ 50. അങ്ങനെ ചെയ്യുമ്പോൾ 95.05 ബാഗ്സ് കിട്ടും. സോ നിയർ അബൌട്ട് 96 ബാഗ്സ്. സോ നമുക്ക് ടോട്ടൽ 96 ബാഗ്സ് ആണ് യൂസ് ആവുന്നത് ഇൻ 15 മീറ്റർ ക്യൂബ് കോൺക്രീറ്റ് സ്ലാബ്. ആൻഡ് ഇതിനെ ക്യൂബിക് ഫീറ്റിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് 1.22 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ സാൻഡിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ക്വാണ്ടിറ്റി ഓഫ് സാൻഡ് ഈക്വൽ ടു പാർട്സ് ഓഫ് സാൻഡ് ബൈ സം ഓഫ് റേഷ്യോ ഇൻറ്റു ഡ്രൈ വോള്യൂം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് സാൻഡ്. ഇവിടെ ഡെൻസിറ്റി ഓഫ് സാൻഡ് 1600 kg/m³ ആണ്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 2/7 ഇൻറ്റു 23.1 ഇൻറ്റു 1600. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക്
10,560 kg ഓഫ് സാൻഡ് കിട്ടും. അതായത് 10,560 kg ഓഫ് സാൻഡ്. സോ ടോട്ടൽ സാൻഡിൻ്റെ ക്വാണ്ടിറ്റി 10,560 kg ആണ്. നെക്സ്റ്റ് നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് അഗ്രിഗേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അതിനായി പാർട്സ് ഓഫ് അഗ്രിഗേറ്റ് ഡിവൈഡഡ് ബൈ സം ഓഫ് റേഷ്യോ ഇൻറ്റു ഡ്രൈ വോള്യൂം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് അഗ്രിഗേറ്റ്. ഇവിടെ നമ്മൾ ഡെൻസിറ്റി ഓഫ് അഗ്രിഗേറ്റ് 1450 kg/m³ ആണ് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4/7 ഇൻറ്റു 23.1 ഇൻറ്റു 1450. സോ നമുക്ക് ടോട്ടൽ അഗ്രിഗേറ്റിൻ്റെ ക്വാണ്ടിറ്റി കിട്ടി 19,140 kg. അങ്ങനെ നമുക്ക് മനസ്സിലായി സിമെൻറ്റിൻ്റെ, സാൻഡിൻ്റെ അതേപോലെ അഗ്രിഗേറ്റിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഡയമെൻഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് സിമെൻറ്റിൻ്റെയും സാൻഡിൻ്റെയും അഗ്രിഗേറ്റിൻ്റെയും ക്വാണ്ടിറ്റി വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ വീഡിയോ നല്ലപോലെ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്സ് എ ലോട്ട്.